വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഫ്രഷ് ആൻഡ് യൂസ്ഡ് ടയറുകൾ ഇനി വിശ്വസ്തയോടെ വാങ്ങാം. അലോയ് വീൽ, അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, കാർ വാഷിംഗ് സേവനങ്ങളും. റാസ് ടയേഴ്സ്, പുളിയക്കോട്, വണ്ടൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കൂടുതൽ കരുത്തനായി രാഹുൽ ഗാന്ധി. റായ്ബറേലിയിൽ 4 ലക്ഷത്തിന് മുകളിലും വയനാട്ടിൽ 3.5 ലക്ഷത്തിലേറെ വോട്ടിന്റെ മുകളിലുമാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. 50ഓളം സീറ്റുകളുടെ വർധനവാണ് 2019 നിന്നും 2024 കോൺഗ്രസിന് നേടാനായത്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അല്ലാത്തപക്ഷം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവുണ്ടാകും. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കാൻ പോലും കോൺഗ്രസിന് സീറ്റുകളില്ലായിരുന്നു. രാഹുലിനെ അവഹേളിച്ചവർക്കെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. നരേന്ദ്രമോദി സർക്കാരിനെതിരെയും കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയുമുള്ള ജനവികാരം കൂടിയായി തെരഞ്ഞെടുപ്പ്. CPM കോട്ടകളിൽ നിന്നുള്ള വോട്ട് ചോർച്ച LDFനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇത് രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ്. CPIയെ സംബന്ധിച്ച് വലിയൊരു പരാജയമാണ് ഉണ്ടായത്. തിരുവനന്തപുരത്തും തൃശൂരിലും CPIക്ക് വിജയിക്കാനായില്ല. UDF വിടുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ഒരു രാജ്യസഭയും ഒരു ലോക്സഭാ അംഗത്വവും ഉണ്ടായിരുന്നു. നിലവിൽ രണ്ടുമില്ലാത്ത അവസ്ഥയിലാകും. എന്നാൽ UDF ഘടകകക്ഷികളായ RSPയും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ച സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഫിലിയേറ്റഡ് ടു CBSE ന്യൂഡൽഹി, വണ്ടൂർ. ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്.